ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ ചാമ്പൽ ബുധനാഴ്ച രാത്രിയിൽ നമുക്ക് ഏവർക്കും ഈ ആലയത്തിൽ ഒന്നിച്ച് കടന്നു വരുവാൻ ദൈവം നമ്പുരാൻ നൽകി തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയുകയാണ്. നാം ഒരു ലെൻഡ് സീസണിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നോമ്പ് കാലഘട്ടം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മെ തന്നെ മനസ്സിലാക്കുവാനും ദൈവവചനം പഠിക്കുവാനും പ്രത്യാശയോടുകൂടെ കുരിശിന്റെ ചുവട്ടിൽ ഇരുന്ന് യേശുക്രിസ്തുവിന്റെ കഷ്ടതയെ, മരണത്തെയും ഉയർപ്പിനെ കുറിച്ച് ധ്യാനിക്കുവാനും അതിലൂടെ പുതുശക്തി ലഭിക്കുവാനുമൊക്കെ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ലെൻഡിനെ കുറിച്ച് പറയുന്നത് പ്രകാരമാണ്, Lent is a time to prepare ourselves and to look at the cross and to interpret the cross in a new dimension. പുതിയ തരത്തിൽ കാഴ്ചപ്പാടിൽ ക്രൂശിനെ നോക്കിക്കാണുവാനും മനസ്സിലാക്കുവാനും നമ്മെ തന്നെ ഒരുക്കുന്ന ഒരു വലിയ കാലഘട്ടം. And we are waiting for the celebration of the resurrection of the Lord Almighty. കർത്താവിന്റെ ഉയർപ്പിനെ കൊണ്ടാടുവാനായിട്ട് and we are prayerfully waiting and watching and to celebrate the resurrection of the Lord. കർത്താവിന്റെ ഉയർപ്പിനെ ആഘോഷിക്കുവാനായിട്ട് ഒരു സഭയായി, സമൂഹമായി നാം ഇന്ന് ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാലഘട്ടം നാം വർജനമാചരിക്കുക മാത്രമല്ല, we need to go a little further and to rededicate ourselves to learn from the word of God and renew ourselves as we continue our faith journey. നമ്മുടെ വിശ്വാസ പ്രയാണത്തിൽ നമുക്കതിന് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ആഷ് വെനസ്ഡേയുടെ പ്രത്യേകത? ഇതൊരു വെസ്റ്റേൺ പാരമ്പര്യത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് ഈസ്റ്റേൺ സഭകൾ, പൗരസ്ത്യ സഭകൾ ആഷ് വെനസ്ഡേയിൽ ആരാധന നടത്തില്ല, അല്ലെങ്കിൽ അത് ഒബ്സർവ് ചെയ്യുക, നോമ്പിന്റെ ആരംഭം കുറിക്കുക എന്നുള്ളതാണ് ആഷ് വെനസ്ഡേയുടെ പ്രത്യേകത. അതൊരു വെസ്റ്റേൺ ട്രഡീഷണൽ ചർച്ചിന്റെ ഭാഗമാണ്. നമ്മൾ ഉൾപ്പെടുന്ന ആംഗ്ലിക്കൻ കമ്മ്യൂണിയൻ ഇന്ന് ഈ ആഷ് വെനസ്ഡേ കൊണ്ടാടുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ആചരിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ, അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിൽ ഈ ദിവസം വിശ്വാസികൾ ഒന്നിച്ച് കടന്നു വരികയും ദൈവത്തെ ആരാധിക്കുകയും അവരുടെ നെറ്റിമേൽ ചാരം കൊണ്ട് കുരിശിന്റെ അടയാളം വരികയും പതിവായിരുന്നു. എന്നാൽ അത് ഹൈ ചർച്ച് ട്രഡീഷന്റെ ഭാഗമാണ്. ലോ ചർച്ച് ട്രഡീഷനിലേക്ക് വന്നപ്പോൾ അപ്രകാരമുള്ള ആചാരങ്ങൾക്കപ്പുറമായി അവര് പ്രാധാന്യം കൊടുത്തത് മെഡിറ്റേഷനും പ്രാർത്ഥനയ്ക്കും, ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും, അതേപോലെ വേദപുസ്തക പഠനത്തിനുമായിരുന്നു. നമുക്കറിയാം, വേദപുസ്തകത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ചാരം വാരി തലയിൽ തൂകുന്നത് ഒരു വലിയ ദുഃഖത്തിന്റെ പ്രകടനമായിരുന്നു. 2 ശമൂവേലിന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ അവിടെ താമാർ എന്ന പെൺകുട്ടി തന്റെ സഹോദരനാൽ പീഡിപ്പിക്കപ്പെടുകയാണ്. ആ മാനസികമായ പ്രയാസവും ദുഃഖത്തിലൂടെയും താമാർ കടന്നു പോകുമ്പോൾ അവൾ തന്റെ തലയിൽ ചാരം തൂവി തന്റെ ദുഃഖം പ്രകടിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇയ്യോബ് 42-ാമത്തെ അധ്യായം
അതിൻ്റെ 5-6 വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ചാരത്തിലിരുന്ന് ദൈവത്തോട് അനുദപിക്കുന്നതിനെ കുറിച്ച് ഇയ്യോബ് പറയുന്നുണ്ട്. അതുകൊണ്ട് ചാരം തൂവുക എന്നുള്ള ആ ഒരു ഗസ്റ്റർ, ആ ഒരു പ്രവൃത്തി, ഇറ്റ് വാസ് എ സിമ്പിൾ ഫോർ റിപ്പൻറ്റൻസ്, repenting our own sins and renewing ourselves to establish or to restore the relationship between God and ourselves and between people and our fellow being. നമ്മുടെ സമൂഹവും പ്രിയപ്പെട്ടവരും ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിൻ്റെ അടയാളമായി ആ ഒരു മാനസാന്തരത്തെ, രൂപാന്തരത്തെ കുറിക്കുന്നതായിട്ട്, അനുതാപത്തെ കുറിക്കുന്നതായിട്ട് ഈ ചാരം തൂവൽ എന്ന പ്രവൃത്തി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം, ചാരം എപ്പോഴും നമ്മെ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. നീ മണ്ണാണ്, നീ മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും. നീ പൊടിയാണ്, യു ആർ ഡസ്റ്റ് ആൻഡ് ദി ഡസ്റ്റ് വിൽ ഗോ ബാക്ക് ടു ഡസ്റ്റ്. മണ്ണ് മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും. നമ്മുടെ സംസ്കാര ശുശ്രൂഷയിൽ നാം പറയാറുണ്ട്, മണ്ണിന് മണ്ണായി, പൂഴിക്ക് പൂഴിയായി, ചാരത്തിന് ചാരമായി ഭൂമിക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറയാറുണ്ട്. ബിക്കോസ് വി ഓൾ വിൽ ഗോ ബാക്ക് ടു ദ ഡസ്റ്റ്, ബിക്കോസ് വി ആർ ഡസ്റ്റ്. നമ്മളെല്ലാം മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവരായതുകൊണ്ട് മണ്ണിലേക്ക് തന്നെ തിരികെ പോകുമെന്ന് പറയുന്നു. യേശു ക്രിസ്തു പ്രകാരം പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 13-ാമത്തെ വാക്യം, യെരുശലേമിനെ കുറിച്ച് ഓർത്ത് കരയുന്ന ഒരു സന്ദർഭത്തിൽ യേശു പ്രകാരം പറയുന്നു, നിന്നിൽ നടന്ന യെരുശലേമേ, നിന്നിൽ നടന്ന വീതി പ്രവർത്തികൾ സീദോനിലോ സോരിലോ നടന്നിരുന്നെങ്കിൽ എത്ര മുമ്പേ അവര് വെണ്ണീറിലും ഇരുന്നു കൊണ്ട് മാനസാന്തരപ്പെട്ട അനുതാപത്തോടുകൂടെ എങ്കിലേക്ക് മടങ്ങിയതുമായിരുന്നു. എല്ലാം സൂചിപ്പിക്കുന്ന വലിയ കാര്യമെന്ന് പറയുന്നത് മടങ്ങിവരവിൻ്റെ, അനുതാപത്തിൻ്റെ ഒരു അടയാളമായി ചാരം മാറപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ആശ്വാസത്തെ ഒരു നോമ്പിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നാം വിശ്വസിക്കുകയും നാം സമർപ്പിക്കുകയും ഒരുക്കപ്പെടുകയും ചെയ്യേണ്ടത്, ദൈവമേ നിന്റെ മുമ്പാകെ ഞാൻ ഒന്നുമല്ല എന്നുള്ള വലിയ കാഴ്ചപ്പാടോടുകൂടെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ഇന്നത്തെ സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 23 മുതൽ 27 വരെയുള്ള വേദഭാഗമാണ്. അവിടെ യേശു പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ, അവിടെ ഒരു നിർബന്ധമില്ല. If anybody wants to follow Jesus, if clause ആണ്, condition. If you are willing, if you like to follow me, if you are interested in following me, നീക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിനക്ക് താല്പര്യമാണെങ്കിൽ, നിനക്കങ്ങനെ നീ തീരുമാനിക്കുന്നുവെങ്കിൽ നിനക്ക് എന്നെ അനുഗമിക്കാം. പക്ഷേ തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. എന്തുകൊണ്ടാണ്? കർത്താവിലൂടെ അവനെ അനുഗമിക്കുന്ന എല്ലാവർക്കും തന്നെ വലിയ സ്വാതന്ത്ര്യം, ഫ്രീഡം നൽകുകയാണ്. Whether you want to follow him or not, if you like you can, otherwise you can pull back or go back from his place. ഒരു തരത്തിൽ നിനക്ക് താല്പര്യമെങ്കിൽ നിനക്ക് മുമ്പോട്ട് പോകാം, അല്ലെങ്കിൽ നീ പോകേണ്ട. ഇതൊരു നിർബന്ധമല്ല, ഒരു തീരുമാനമാണ് എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ നോമ്പ് കാലയളവ് എന്ന് പറയുന്നത് ക്രൂശിന്റെ വഴിയാണ്, അല്ലെ? ദ വേ ഓഫ് ദ ക്രോസ്. കുരിശിന്റെ വഴിയിലൂടെ നാം യാത്ര ചെയ്യുവാനായിട്ട് ആരംഭിക്കുകയാണ്. എന്താണ് കുരിശിന്റെ വഴിയുടെ പ്രത്യേകത? 2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കുരിശിന്റെ വഴിയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകപ്രകാരമുള്ള എല്ലാ ബന്ധങ്ങളെയും, അല്ലെങ്കിൽ നമ്മെ പുറകോട്ട് വലിക്കുന്ന എല്ലാ ലോക ഇമ്പങ്ങളെയും അതിൻ്റെ ബന്ധനങ്ങളെയും മുറിച്ചുകൊണ്ടാണ് നാം മുമ്പോട്ട് യാത്ര ചെയ്യേണ്ടത്.
You need to have the willingness to break the ties to the world. ലോകത്തേക്ക്, ദൈവമില്ലായ്മയിലേക്ക്, ദൈവനിഷേധത്തിലേക്ക് നമ്മെ വലിഞ്ഞു കൊടുക്കുന്ന എല്ലാ കെട്ടുപാടുകളെയും പൊട്ടിച്ചുകൊണ്ട് വേണം നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ. മോശയുടെ ജീവിതം നമുക്കറിയാം. മോശ 40 വർഷക്കാലം ഫറവോന്റെ അരമനയിലായിരുന്നു. 40 വർഷക്കാലം യിത്രോവിന്റെ ആടുകളെ മേയ്ക്കുകയായിരുന്നു. 40 വർഷക്കാലം ദൈവജനത്തിന്റെ ഒരു നായകനായി, ലീഡറായി അവരെ നാട്ടിലേക്ക് കൊണ്ടുപോയ വ്യക്തിയാണ്, നയിച്ച വ്യക്തിയാണ്. ആ മോശയെ കുറിച്ച് എബ്രായ ലേഖനകർത്താവ് 11-ാമത്തെ അധ്യായം അതിൽ 24-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്. വിശ്വാസത്താൽ മോശ ഫറവോന്റെ പുത്രിയുടെ മകളെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കളോടുകൂടെ കഷ്ടത അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. അവിടെ മോശയെ കുറിച്ച് പറയുന്നത് ഒരു രാജകുമാരനായി കൊട്ടാരത്തിൽ ജീവിക്കുന്നവനാണ്. കൊട്ടാരത്തിലെല്ലാ സുഖ സൗകര്യങ്ങളെല്ലാം ജീവിതത്തിൽ ഉണ്ടായിരുന്നവനാണ്. പക്ഷേ അടിമകളോടുകൂടെ, ഇസ്രായേൽ മക്കളോടുകൂടെ ജീവിക്കുവാനായിട്ട് മോശ തീരുമാനമെടുത്തു. അവനറിയാമായിരുന്നു, മോശയ്ക്കറിയാമായിരുന്നു, ഇത് വലിയ കഷ്ടപ്പാടിൻ്റെ ഒരു യാത്രയാണ്, ഇത് വലിയ യുദ്ധത്തിൻ്റെ ഒരു യാത്രയാണ്, വെല്ലുവിളിയുള്ള ഒരു യാത്രയാണ്. ഏറ്റവും പവർഫുള്ളായ ഫറവോൻ എന്ന രാജാവിനെതിരെ നീങ്ങുന്ന, അവനെതിരെ പോരാടുന്ന ഒരു പോരാട്ടത്തിന്റെ വഴിയാണ്. പക്ഷേ മോശ കഷ്ടത അനുഭവിക്കുവാനായിട്ട്, ദൈവജനത്തെ നയിക്കുവാനായിട്ട് ഒരു തീരുമാനമെടുക്കുവാനായിട്ട് തയ്യാറാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലയളവ് എന്ന് പറയുന്നത് സുഖത്തിന്റെ, സന്തോഷത്തിന്റെ ഒരു അനുഭവങ്ങളല്ല. അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് തന്നെ പറയുന്നത് എപ്പോഴും സുഖവും സന്തോഷവും ലോകപ്രകാരമുള്ള ആനന്ദത്തോടുകൂടെ ജീവിക്കുന്ന ഒരു ജീവിതമല്ല. ജീവിതത്തിന്റെ കഷ്ടതകളിലും പ്രയാസമില്ല. ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നതാണ് കുരിശിലേക്കുള്ള വഴി എന്ന് സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് ലോകപ്രകാരമുള്ള അനുഭവങ്ങളിൽ നിന്ന് മുക്തി നേടുന്ന ഒരു അനുഭവമായി ഈ നോമ്പ് കാലഘട്ടം മാറണം എന്ന് ഞാൻ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. 2, എന്താണ് ദൈവത്തിന്റെ ഹിതമനുസരിക്കുവാനായിട്ടുള്ള ഒരു സമർപ്പണം ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടാകും. വില്ലിങ്നെസ് ടു ഒബേ ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഹിതം അനുസരിക്കുവാനായിട്ടുള്ള താല്പര്യം. പൗലോസ് അപ്പോസ്തലൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഫിലിപ്പി ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു, അവൻ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി. He was obedient even at the point of death. മരണത്തോളം, even death on the cross. ക്രൂശിലെ മരണത്തോളം തന്നെ എന്ന് പൗലോസ് പറയുന്നു. അപ്പോൾ അനുസരണത്തിന്റെ ഒരനുഭവമായി ഈ കാലഘട്ടം മാറണമെന്ന് സ്നേഹത്തോടെ ഞാൻ ഓർമ്മിക്കട്ടെ. എവിടെയാണ് കർത്താവിന്റെ അനുസരണം നാം കാണുന്നത് കൂടുതലായി? ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം നാം പഠിക്കുമ്പോൾ യേശുവിന്റെ സ്നാനം കഴിഞ്ഞ് ആത്മാവ് അവനെ വിജനമായ പ്രദേശത്തിലേക്ക്, മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അവിടെ 40 ദിവസക്കാലം കർത്താവ് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു എന്ന് നാം വായിക്കുകയാണ്. 3 പരീക്ഷണങ്ങളാണ് കർത്താവിന് മുമ്പാകെ വയ്ക്കുന്നത്. അതൊന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 4-ാം അധ്യായത്തിൽ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇവിടെ വായിക്കുന്നത് യെരുശലേമിന്റെ ഒരു ഉയർന്ന പ്രദേശത്തിലേക്ക് കർത്താവിനെ പിശാച് കൊണ്ടുപോയി. ലോകം മുഴുവനും അവനെ കാണിച്ചു. അതിനുശേഷം കർത്താവിന് പറയുകയാണ്, ഞാനിതെല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നീ എന്നെ വീട് നമസ്കരിച്ചാൽ ഇതെല്ലാം നിന്റേതായി തീരും. പിശാച് പറയുന്ന ഇപ്രകാരമാണ്, ഇഫ് യു വർഷിപ്പ് മീ ഇറ്റ് വിൽ ബി യുവേഴ്സ്. ഇറ്റ് ഈസ് റിട്ടൺ. Jesus said to Satan, it is written, worship the Lord your God and serve him only. ദൈവമായ കർത്താവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുതെന്ന് ദൈവവചനം പറയുന്നു. പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഒരുപക്ഷെ യേശു കർത്താവിന് പിശാചിനെ വീട് നമസ്കരിച്ചിരുന്നെങ്കിൽ
ലോകത്തിൻ്റെ ഒരു മശിഹായായി മാറാൻ പറ്റുമായിരുന്നു. ലോകത്തിൻ്റെ ഒരു രാജാവായി മാറുവാൻ പറ്റുമായിരുന്നു. യഹൂദന്മാർ ആഗ്രഹിച്ച ഒരു മശിഹായായി കർത്താവിനെ മാറാമായിരുന്നു. എന്നാൽ he was obedient to the will of God. ദൈവത്തിൻ്റെ ഹിതത്തിന്, ഇച്ഛയ്ക്ക് യേശു ക്രിസ്തു അനുസരണമുള്ളവനായിരുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഈ നോമ്പ് കാലഘട്ടം നമ്മെ ഓർപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുകയും ആ ഹിതത്തിന് വിധേയപ്പെടുകയും ചെയ്യുക എന്നുള്ള ആഹ്വാനമാണ്. അടുത്ത 40 ദിവസങ്ങൾ നാം ദൈവവചനം വായിക്കുമ്പോൾ, ദൈവവചനം പഠിക്കുമ്പോൾ അതിലൂടെ വെളിപ്പെട്ടു വരുന്ന ദൈവസത്യത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ അനുസരണത്തോടുകൂടെ താഴ്ത്തി സമർപ്പിക്കുവാനായി നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നാം ആരാധിക്കുന്ന ദൈവം എത്രയോ ശ്രേഷ്ഠതയുള്ള ദൈവമാണ്. നാം ആരാധിക്കുന്ന ദൈവം നമ്മെ വീണ്ടെടുക്കുന്നവനാണെന്നുള്ള ഓർമ്മ നമ്മെ ഭരിക്കേണ്ടതാണ്. 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, കഷ്ടപ്പാടും ത്യാഗവും സഹിക്കുവാനായിട്ടുള്ള വലിയൊരു സമർപ്പണം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകണം. 2, ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുകയും ആ ഹിതത്തിന് വിധേയമായി ജീവിക്കുവാനായിട്ടുള്ള ഒരുക്കം ഉള്ളവരായി, അനുസരണമുള്ളവരായി നാം മാറുകയും ചെയ്യണം. അപ്രകാരം താഴ്മയോടെ, സ്വയത്യാഗത്തിലൂടെ ക്രൂശിന്റെ വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. അതിന് ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ നോമ്പ് കാലഘട്ടം നമ്മെ തന്നെ കാണുവാൻ, കർത്താവിനെ കാണുവാൻ, ക്രൂശിന്റെ അർത്ഥം തിരിച്ചറിയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിന് ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ ഒരുമിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.